താരസംഘടനയായ അമ്മയിൽ നിലവിലെ ഭരണസമിതിയുടെ പരിചയക്കുറവ് മൂലമാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്ന് നടി ബീന ആന്റണി. നിലവിലെ ഭരണസമിതിയിൽ ചേരിതിരിവും ഗ്രൂപ്പും ഉണ്ടായി. സംഘടനയിലെ കുറച്ചുപേർക്ക് ഈ ഭരണം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ അത് കാണാനായി. ആ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവിടെ ശബ്ദമുണ്ടായില്ലെന്നും നടി ബീന ആന്റണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ കൈനീട്ടം വാങ്ങിക്കുന്നവരായതിനാൽ കമ്മിറ്റിയിൽ ഇരിക്കാനോ മത്സരിക്കാനോ കഴിയില്ല. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണമെന്നും നടി ബീന ആന്റണി വ്യക്തമാക്കി. താരസംഘടനയായ അമ്മയിൽ പതിവില്ലാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ നടി ബീന ആന്റണി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നമ്മളൊക്കെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് ആക്ച്വലി അറിയാം. പക്ഷേ ജനറൽ ബോഡി ചെന്നപ്പോഴായിരുന്നു ഇത്രയും ക്രൂഷ്യലായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നെ പുറത്തിങ്ങനെ ഓരോരുത്തർ വന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും വന്ന് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് അവിശ്വാസ പ്രമേയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ. കാരണം നമ്മൾ പുറത്ത് നിൽക്കുന്നവരല്ലേ, അവർ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്കിടയിൽ തന്നെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു ചേരിതിരിവ് കുറച്ച് 2-3 ഗ്രൂപ്പായി പോയി എൻ്റെ അടുത്ത്. അപ്പോൾ ആ ഗ്രൂപ്പീസ് വന്നപ്പോൾ ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടമില്ല, അപ്പോൾ ഇവരെ തകർക്കാൻ അവർ നോക്കുക, അല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ അവിടെ വന്ന് ശ്വേതയൊക്കെ സംസാരിച്ചപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗ്യാങ്ങിൽ കുറേ പേർക്ക് ഇവർക്കൊരു കുറച്ച് കൂടെ ഒരു സാവകാശം കൊടുത്ത് അവർക്ക് അവരുടെ തെറ്റ് തിരുത്താനും അല്ലെങ്കിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുക അവർ പറഞ്ഞ ഒരു 45 days തരാൻ അത് കൊടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഞങ്ങൾക്ക് നല്ല മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കണക്കിൽ അവർ യാതൊരുവിധ ക്രമക്കേടും ചെയ്തിട്ടില്ല. കാരണം ഇവർ കയറുമ്പോൾ ഉണ്ടായിരുന്ന ആ എമൗണ്ട് ഇപ്പോഴും സ്റ്റിൽ അവിടെയുണ്ട്. നിലവിലെ ഭരണസമിതിയെ പൂർണ്ണമായിട്ടും പൊളിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്രാവശ്യം ജനറൽ ബോർഡിൽ ആരെങ്കിലും ഒക്കെ വന്ന് പ്രവർത്തിച്ചോ? പൊളിക്കണമെന്നല്ല, സ്ത്രീകൾക്ക് ഒരു വോയിസ് കിട്ടാതെയായി പോയി എന്നൊരു സങ്കടം വന്നു. കുറച്ച് പേർക്ക് അതൊട്ടും അവരെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് തന്നെ അവർക്ക് അങ്ങോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ അഡ്ഹോക് കമ്മിറ്റി അത് ശരിക്കും പറഞ്ഞാൽ അത് സംഘടനാപരമായ രീതിയിലാണോ ഈ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത്? സംഘടനാപരമായെന്ന് പറഞ്ഞാൽ അവർ ഒരു ടീ ബ്രേക്ക് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ അടുത്തൊക്കെ ചോദിക്കേണ്ടായിരുന്നു നമുക്ക് ആരെ വെക്കാം. സീനിയേഴ്സ് മുഴുവനും കൈനീട്ടം വാങ്ങിക്കുന്നവരാണ്. ഇവർക്കൊന്നും അഡ്ഹോക് കമ്മിറ്റിയിലോ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനോ ഒന്നും പാടില്ല. നിങ്ങളൊക്കെ ഇനി താൽക്കാലിക മെമ്പേഴ്സ് ആക്കി എന്ന് പറഞ്ഞു നമ്മളൊക്കെ ഈ ഇത് വാങ്ങിക്കുന്നവരെയൊക്കെ. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ടെൻഷൻ, അതെന്ത് കഷ്ടം. അത് സമയത്താണ് ഇത്തരത്തിൽ ഈ കൈനീട്ടം വാങ്ങുന്ന അംഗങ്ങളുടെ മെമ്പർഷിപ്പ് താൽക്കാലികമാക്കുകയും മറ്റൊക്കെ ചെയ്തത്. ബാബു നിൽക്കുന്ന ലാസ്റ്റ് സമയത്ത് എന്ന് വെച്ചാൽ അതുവരെ ബാബു തന്നെ അവകാശമില്ല, അവർക്ക് വോട്ടവകാശമില്ല, അവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല, വോട്ടിൽ നിൽക്കാൻ പറ്റില്ല, അഡ്ഹോക് കമ്മിറ്റിയിൽ പോലും വെക്കാൻ പറ്റില്ല. സെക്കൻഡറി പൗരന്മാരായിട്ട് മാറിയണം എന്ന് വെച്ചാൽ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അതല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, നിങ്ങൾ ഓണററി മെമ്പേഴ്സ് ആണെന്ന്, അല്ലാണ്ട് താൽക്കാലിക മെമ്പർ എന്നൊരു സംഭവമില്ല, നിങ്ങൾക്ക് ഓണററി മെമ്പേഴ്സ് ആണ്, അവർക്ക് മാത്രമേ കൈനീട്ടം കൊടുക്കാനുള്ള ഇത് നമുക്ക് അനുവദിക്കുന്നുള്ളൂ എന്നാണ് പറയണത്. ഇപ്പോൾ ഈ കൈനീട്ടം വാങ്ങുന്ന ആളുകളെ അവർക്കും വോയിസ് വേണ്ടേ, അവരും ശബ്ദിക്കണ്ടേ, അവരും കാര്യങ്ങൾ പറയണ്ടേ, അവർക്കും വോട്ടവകാശം വേണ്ടേ? അതൊരു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വലിയൊരു വിഷമമാണ്. ഞങ്ങൾ കൈനീട്ടം വാങ്ങുന്നവരൊക്കെ അങ്ങോട്ട് പരസ്പരം എപ്പോഴും സംസാരിക്കാറുണ്ട്. എപ്പോഴും അതൊരു രണ്ടാം തരക്കാരെന്നല്ല, കൈനീട്ടം വാങ്ങുന്നവർക്ക് നമുക്ക് അവർക്ക് വോയിസ് ഇല്ല. നമുക്ക് പറയണമെങ്കിൽ അവിടെ മാറിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ഇലക്ഷന് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സംഘടനയ്ക്ക് വേണ്ടി നിൽക്കാൻ പറ്റില്ല, നമുക്കൊക്കെ വോട്ട് ചെയ്യാം. ഈ സംഘടന നല്ല ദിശാബോധത്തോടെ കൊണ്ടുപോകാൻ ഇനി ആർക്കായിരിക്കും കഴിയുക? നമുക്ക് ലാലേട്ടൻ തന്നെ എൻ്റെ തലപ്പത്ത് വരണം എന്ന് പറയും. ലാലേട്ടൻ പക്ഷേ ഒരു വാക്ക് തന്നു, അത് മാത്രം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ലാലേട്ടനെ പോലത്തെ അല്ലെങ്കിൽ അതുപോലൊരു വ്യക്തി നമ്മുടെ അതിൻ്റെ തലപ്പത്ത് ഉണ്ടാവണമെന്ന് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും സംഘടനയെ പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുന്ന ആളുകൾ തലപ്പത്തേക്ക് വരണം. അത് ഈ സിനിമ മേഖലയിലെ മുതിർന്ന ആളുകൾ തന്നെ ആവണം എന്ന് തന്നെയാണ് ബീന ആന്റണിയും പങ്കുവയ്ക്കുന്നത്. സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.